രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ചന്തയിലെത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു 1:20 നമ്മൾ ചന്തയിലെത്തിയിട്ടുണ്ട്. പോത്തുകുട്ടികൾ ഇന്ന് കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ കൂടെ സുഹൃത്തുക്കളുണ്ട്, അവർക്ക് കുട്ടികളെ എടുക്കണം, പോത്തുകുട്ടികളെ എടുക്കണം. ചന്തയിൽ കന്നുകാലികളെല്ലാം വന്ന് തുടങ്ങിയതേ ഉള്ളൂ. എന്താണെന്നറിയില്ല. ഈ ആഴ്ച വില നിലവാരമൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. ഈ രണ്ട് പോത്തുകുട്ടികൾക്ക് അവർ ചോദിക്കുന്നത് 65 രൂപയാണ്. 65,000 രൂപയാണ് അവരുടെ ചോദ്യം. നമ്മൾ 40 രൂപ വരെ പറഞ്ഞിരിക്കുകയാണ്. 40,000 രൂപ വരെ പറഞ്ഞിട്ട് അവർ അടുക്കുന്നില്ല. 35-40 വരെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ നല്ല അടിപൊളി രണ്ട് കുട്ടികൾ തന്നെയാണ്. ലാസ്റ്റ് 55 രൂപ കുറച്ച് കൊടുക്കില്ലെന്നാണ് പറയണത്. വേറെ നോക്കാമെന്ന് വിചാരിച്ചു. ഒരു കുട്ടി തിരിച്ച് നമ്മൾ 25 രൂപ വരെ പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു കുട്ടിക്ക് 25 രൂപ വരെ പറഞ്ഞിരിക്കുകയാണ്. അവിടെ ഒരു ചെറിയൊരു പോത്തുകുട്ടി ഇപ്പോൾ ഉണ്ട്. 20 രൂപ ചോദിക്കുന്നുണ്ട്. ഇന്ന് കുട്ടികൾ കുറവായതുകൊണ്ട് അവർ നല്ല വില ചോദിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച ഇലക്ഷൻ റിസൾട്ടിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് ചന്തയിൽ ആളും കുറവായിരുന്നു. പോത്തുകുട്ടികളെ എടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് അവർ ഈ ആഴ്ച കുറച്ച് കുട്ടികളെ കൊണ്ടുവന്നുള്ളൂ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇന്ന് പോത്തുകുട്ടികളെ എടുക്കാൻ ആളും ഒരുപാടുണ്ട്. നല്ല വിലയുണ്ട്. ഇനി 1-2 ആഴ്ചയോടെയൊക്കെ ഇവിടുന്ന് അത്യാവശ്യം പോത്തും കുട്ടികളൊക്കെ എടുക്കാം. ജൂണായി കഴിഞ്ഞാൽ പിന്നെ നല്ല വില കയറും. അങ്കമാലിക്കുള്ള സുഹൃത്തിന് വേണ്ടി 2 ചെറിയ പോത്തും കുട്ടികളെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളതിന് 2 കുട്ടികളെ സെലക്ട് ചെയ്ത് അവർക്ക് വീഡിയോ കോളൊക്കെ കാണിച്ചു കൊടുത്ത് അവർ വില പറഞ്ഞ് റെഡിയായിരിക്കുകയാണ്. ഏകദേശം കച്ചവടം നടക്കും. അവർ രണ്ടിനോട് ചോദിച്ചത് 30 രൂപയാണ് അവർ ചോദിച്ചത്. രണ്ടിനും കൂടി 30,000 രൂപയാണ് ചോദിച്ചത്. നമ്മൾ അവരുടെ അടുത്ത് വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്കും വില ഓക്കെ ആയി. രണ്ടിനും കൂടി നമ്മൾ 22 രൂപയാണ് കൊടുത്തത്. 22,000 രൂപ. ഇവിടെ ചെറിയ കുട്ടികൾ ഇനിയും നിൽപ്പുണ്ട്. ഇന്ന് ഇത്തിരി വില കൂടുതൽ തന്നെയാണ്. ചെറിയ എരുമക്കുട്ടികൾ ഈ ആഴ്ച വന്നിട്ടുണ്ട്. ചെറിയ എരുമക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഒരു 15 രൂപ 14 രൂപ ആ റേഞ്ചിലൊക്കെ ചെറിയ എരുമക്കുട്ടികളെ ഈ ആഴ്ച കിട്ടും. നമ്മൾ ഏകദേശം ഒരു 10-14 പോത്തുകുട്ടികളെ എടുത്തിട്ടുണ്ട്. എല്ലാത്തിനും മാർക്ക് ചെയ്ത് അവിടെ നിർത്തിയിരിക്കുകയാണ്. 14 എടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് കുട്ടികളൂടെ എടുക്കണം. പക്ഷേ കുട്ടികൾ ഇന്ന് കുറവാണ്. അതുകൊണ്ട് നല്ല വില ചോദിക്കുന്നുണ്ട് ഓരോന്നിനും. ഇനി ഈ നാടൻ പോത്തുകൾ വരാൻ ചാൻസ് ഉണ്ട്. മീഡിയം സൈസ് കുട്ടികളൊക്കെ വരാനുണ്ട്. 17 എടുത്തിട്ടുണ്ട്. ഇത്രയും സമയമായിട്ട് എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ്. ആന്ധ്ര കുട്ടികളാണ്, ആന്ധ്ര ക്രോസ് കുട്ടികളാണ്. നല്ല സൂപ്പർ കുട്ടികളാണ്. ഈ എടുത്തതെല്ലാം നമ്മൾ സെലക്ട് ചെയ്താണ് എടുത്തത്. കൊമ്പൊക്കെ ഉള്ളതിനെല്ലാം ഒഴിവാക്കിയിട്ട് എടുത്തുകൊണ്ടാണ് ഇച്ചിരി വില കൂടിയത്. ഇനി പോത്തുകുട്ടികൾ കുറച്ചേ ഉള്ളൂ. ഒരു 10-15 പോത്തുകുട്ടികളേ ഉള്ളൂ ചന്തയിൽ. എല്ലാവരെയും മാർക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് മീറ്റ് ആവശ്യത്തിനുള്ള കാള, മൂരി, വലിയ പോത്തുമെല്ലാം ഉണ്ടാകുന്നു. ചന്തയ്ക്ക് അകത്ത് കയറി നോക്കണം. ഇപ്പം 3:30 മണി ആയതേ ഉള്ളൂ. ഇനി വരുള്ളൂ. അങ്ങനെ നേരം വെളുത്തിട്ടും ഈ പോത്തുകുട്ടികൾ രണ്ടും കച്ചവടമായിട്ടില്ല. നമ്മൾ 40 രൂപ വരെ പറഞ്ഞാണ് രണ്ടിനും കൂടി. പക്ഷേ ഇതുവരെയായിട്ട് അത് കച്ചവടമായിട്ടില്ല. അവരിപ്പോഴും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ നിൽക്കട്ടെ. 2 അവിടെ അതേപോലെ നിൽപ്പുണ്ട്. ചെറിയ പോത്തും കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ വില കൂടുതൽ. ഇപ്പോൾ കുറച്ച് ആളുണ്ട് ഈ ആന്ധ്ര, കർണാടക സ്ഥലങ്ങളിൽ നിന്നും ശരിക്കും കന്ന് കയറുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും വിലയായത്. ഇവിടെ ചന്തയിൽ കന്ന് കുറവാണ്. ഏകദേശം ഈ പോത്തിന് നമ്മൾ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 20 രൂപ ലാസ്റ്റ് തീർത്ത് കിട്ടണമെന്ന് പറയുന്നുണ്ട്. അവർക്ക് കച്ചവടത്തിനായതുകൊണ്ടാണ് നമ്മൾ വാങ്ങിയ വില പറയാത്തത്. ഇത് അത്യാവശ്യം ഇത്തിരി വളർച്ച കിട്ടുന്ന ഒരു പോത്തുംകുട്ടി തന്നെയാണ്. മൂക്കൊക്കെ കുത്തിയിട്ടുണ്ട്. 20 രൂപ തീർത്ത് വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവർ 27 രൂപയാണ് ചോദിച്ചത്. 2 പോത്തും ഇപ്പോഴും ഇവിടെ ഇപ്പോൾ ഉണ്ട്. അവർ അടുക്കുന്നില്ല. ഒരു എത്തി. നല്ല 2 പോത്തുകുട്ടികൾ തന്നെയായിരുന്നു. വളർത്താൻ പറ്റിയ ഏകദേശം 1 വയസ്സിനടുത്ത് പ്രായം വരുന്ന കുട്ടികളായിരുന്നു. പിന്നെ ഇവിടെ ഈ ഭാഗത്ത് കൊണ്ട് നിർത്തിയിരിക്കുകയാണ് അതിനെ. ഇവിടെ ഒരു സൈസ് ഒരു മൂരിക്കുട്ടൻ ഇവിടെ നിൽപ്പുണ്ട്. മൂരി 90,000 രൂപ ചോദിക്കുന്നുണ്ട്. നല്ല ഹൈറ്റ് ഇവിടെ നീളമുണ്ട്. 90 രൂപയാണ് അതിന് ചോദിച്ചത്. 90 ചോദിച്ചല്ല, 90 രൂപ കിട്ടിയാലേ കൊടുക്കുള്ളൂ എന്നവർ പറയുന്നത്. നല്ല അടിപൊളി ഒരു സാധനം തന്നെയാണ്.
ഈ എരുമയൊക്കെ ഇന്ന് കുറവായിരുന്നു, മീറ്റാവശ്യത്തിനുള്ള എരുമയൊക്കെ കുറവായിരുന്നു. പോത്ത് കുട്ടികൾ ഇപ്പോഴും 2 എണ്ണം ഇവിടെ നിൽപ്പുണ്ട്. ഇതുവരെ ആയിട്ടും കച്ചവടമായിട്ടില്ല. നമ്മൾ 40 രൂപ പറഞ്ഞ മുതലാണ്, രാത്രി തന്നെ 40 രൂപ പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ ആരും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. 32 രൂപയാണ് ഈ ഒരു പോത്തിന് ചോദിക്കുന്നത്. 32,000 രൂപയാണ് ഈ നിൽക്കുന്ന ഒരു പോത്തിന് ചോദിക്കുന്നത്. എല്ലാം വില കൂടുതൽ തന്നെയാണ് ഈ ആഴ്ച. ഇനി അങ്ങോട്ട് വില കൂടും. പോത്തും കുട്ടികളൊക്കെ 2 ആഴ്ചയുടെ കഴിഞ്ഞാൽ പിന്നെ ഇതിനെക്കാട്ടിയും വിലയാവും. കാരണം സീസണായി കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് എല്ലാവരും ചന്തയിലേക്ക് വരും പോത്തും കുട്ടികൾ എടുക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ പോത്തും കുട്ടികളെല്ലാം എന്താ ഇവിടെ വിശ്രമിക്കുകയാണ്. വണ്ടിക്കാരെ എല്ലാം ഏൽപ്പിച്ച് നമ്മൾ പേയ്മെൻറ്റൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആയി. ആലുവയിലേക്ക് 2 കുട്ടിയെടുത്ത് അങ്ങനെ മൊത്തം നമുക്കിന്ന് വിളിച്ചു പറഞ്ഞാൽ 5 കുട്ടിയെടുത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇവിടെ നിൽപ്പുണ്ട്. നമ്മൾ ചന്തയിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നു. കുറച്ച് മോറക്കയർ കൂടെ വാങ്ങാമെന്നും പറഞ്ഞ് ഇവിടെ വന്നിരിക്കുകയാണ്. പീസ് 20 രൂപയുള്ളു മോറക്കയറിന്. മോറക്കയർ, വക്കാണി, വട്ടക്കയർ എല്ലാ സൈസ് കയറുകളും ചന്തയിൽ കിട്ടും. ഒരു പീസ് 20 രൂപയാണ് ഇപ്പോൾ റേറ്റ്. പക്ഷെ നമ്മളൊരു പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ലാഭം കിട്ടുമെന്ന് തോന്നുന്നു. നമ്മൾ ചെന്ന് പറയണം ഒരു കുട്ടിയും പശുക്കുട്ടികളൊക്കെ ഇവിടെ കുറച്ചൊക്കെ ഇപ്പോൾ ഉണ്ട്. നമ്മൾ പിന്നെ ഇന്ന് പോത്തുകുട്ടിയുടെ കൊട്ടേഷൻ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടൊന്നും വന്നില്ല. അതാണ് വീഡിയോയ്ക്ക് ലെങ്ത്ത് കുറഞ്ഞത്. ചന്തയിൽ ഇപ്പോഴും നല്ല തിരക്കുണ്ട്. 7:30 മണിയായി. ചന്തയിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്തൊരു വീഡിയോമായി കാണാം. ഓക്കെ, ബായ്.